നമഃശിവായ. ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ 26-ാമത്തെ ശ്ലോകവും അതിൻ്റെ സാരാംശവുമാണ് ഞാനിന്നിവിടെ ഉദ്ധരിക്കുവാൻ പോകുന്നത്. ആത്മജ്ഞാനവും ഒപ്പം തന്നെ കർമ്മവും മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കേണ്ടതാണ്. യോഗികളായ മനുഷ്യൻ ഇന്ദ്രിയ സംയമത്തോടു കൂടി കർമ്മം ചെയ്യുമ്പോൾ അത് ബലവത്താവുന്നു. ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായമായ ജ്ഞാനകർമ്മ സന്യാസയോഗം ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ശ്രോത്രാദീനീന്ദ്രിയാണ്യന്യേ സംയമാഗ്നിഷു ജുഹ്വതി ശബ്ദാദീൻ വിഷയാനന്യേ ഇന്ദ്രിയാഗ്നിഷു ജുഹ്വതി. യോഗികളായ ചിലർ ചെവി മുതലായ ഇന്ദ്രിയങ്ങളെ സംയമം അഥവാ നിയന്ത്രണമാക്കുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. എന്നാൽ ഗൃഹസ്ഥന്മാരായ ചിലർ ശബ്ദം മുതലായ വിഷയങ്ങളെ ഇന്ദ്രിയങ്ങളാകുന്ന അഗ്നിയിൽ ഹോമിക്കുന്നു. നന്ദി, നമസ്കാരം.